എന്താണ് ഹോർമൂസിനെ കുറിച്ച് ഇത്രയധികം വാചാലമാകുന്നത് ലോകം? സിമ്പിൾ ഒരു കാര്യമേ ഉള്ളൂ. പേർഷ്യൻ ഗൾഫ് എന്ന കടലിലേക്ക് ഒമാൻ ഉൾക്കടലിൽ നിന്നും, അതായത് അറേബ്യൻ സീയിൽ നിന്നും അകത്തേക്ക് നിൽക്കുന്ന ഭാഗമാണ് ഒമാൻ ഉൾക്കടൽ. ഒമാൻ ഉൾക്കടലിൽ നിന്നും പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് കടക്കണമെങ്കിൽ ഒരു സ്ട്രെയിറ്റ് കടക്കണം, ഒരു കടലിടുക്ക് കടന്നു പോകണം. അത് ഒരു 33 കിലോമീറ്റർ നാരോ ഒരു കടലിടുക്കാണ്. 33 കിലോമീറ്റർ വലിയ ദൂരമാണെന്ന് തോന്നാമെങ്കിലും കപ്പലുകൾക്ക് അത് വലിയ ദൂരമൊന്നുമല്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഹോർമൂസ് എന്ന കടലിടുക്കാണ് ഇതിന് മധ്യത്തിലുള്ളത്. അതായത് പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലും മധ്യത്തിലുള്ളത്. അതിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ അത് വ്യക്തമാവുകയും ചെയ്യും. ഇത് നിയന്ത്രിക്കുന്നത് ഇറാനാണ്, വടക്ക് ഭാഗം, ഹോർമൂസിൻ്റെ വടക്ക് ഭാഗം. തെക്ക് ഭാഗം നിയന്ത്രിക്കുന്നത് UAEയും ഒമാനുമാണ്. ഈ രണ്ട് രാജ്യങ്ങളാണ് ആ കടലിടുക്ക് തള്ളി നിൽക്കുന്ന ലാൻഡുള്ള രാജ്യങ്ങൾ. ഇറാൻ്റെ ഭാഗം ഇങ്ങനെ കുഴിഞ്ഞിരിക്കുകയാണ്. ഈ മൂന്ന് ശക്തികൾ, ഇതിൽ ഇറാനാണ് ഒരു ഒഫൻസീവ് കേപ്പബിലിറ്റി കാട്ടുന്നത്. ഒമാൻ സൈന്യത്തെ അയക്കുമെന്നോ UAE സൈന്യത്തെ അയക്കുമെന്നോ ഒന്നും ആരും ചിന്തിക്കുന്നില്ല. ഇവിടെ കൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ആരുടെയാണ്? വിവിധ രാജ്യങ്ങളുടെ പതാകകൾ വഹിക്കുന്ന എണ്ണ ടാങ്കറുകൾ, മറ്റ് ചരക്ക് കപ്പലുകൾ എല്ലാം തന്നെ അതിലേ പോകും. അങ്ങനെ പോയെങ്കിലേ പറ്റൂ. എത്ര രാജ്യങ്ങളുടെ ചരക്കുകളാണ് വെളിയിലേക്ക് പോകേണ്ടത്, അല്ലെ അകത്തേക്ക് വരേണ്ടത്? ഇറാഖിന് മറ്റൊരു തുറമുഖമില്ല. അതുകൊണ്ട് പേർഷ്യൻ ഗൾഫിലൂടെ മാത്രമേ കടത്താൻ പറ്റൂ. സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗങ്ങൾക്ക് അതിലേക്കൂടെ മാത്രമാണ് എണ്ണ കടത്താനാവുക. സൗദി അറേബ്യക്ക് അവർക്കൊരു ഭാഗ്യമുണ്ട്, അവരുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെങ്കടലുണ്ട്, ചെങ്കടൽ തുറമുഖങ്ങളുണ്ട് സൗദിക്ക്. UAEക്കും തുറമുഖം അതേ ഉള്ളൂ എങ്കിൽ പോലും UAEയിൽ നിന്നും പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. ഒമാൻ വഴി അറബിക്കടലിലേക്ക് പൈപ്പ് ലൈൻ ഉണ്ട്, ഓയിൽ പൈപ്പ് ലൈൻ ഉണ്ട്. അതുകൊണ്ട് UAEയുടെ എണ്ണയുടെ ഒരു ചെറിയ ശതമാനമെങ്കിലും പുറം കടലെത്തിക്കാൻ കഴിയും, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഒഴിവാക്കിക്കൊണ്ട്. അതേസമയം ബഹ്റൈൻ പൂർണ്ണമായും അവരുടെ നാച്ചുറൽ ഗ്യാസ്, അവരുടെ ഓയിൽ അത് കടത്തുന്നതിന് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്കിനെ ആശ്രയിച്ചേ മതിയാകൂ. ഖത്തർ അതുപോലെ തന്നെ നിഷ്പക്ഷ രാജ്യം എന്നൊക്കെ പറയുന്ന ചർച്ചക്കൊക്കെ മുന്നിട്ട് ഇറങ്ങുന്ന ഖത്തറിൻ്റെയും കാര്യങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് എത്ര രാജ്യങ്ങളാണ് UAE, ഖത്തർ, പിന്നെ ബഹ്റൈൻ, കുവൈറ്റ് ലോക്ക്ഡല്ലേ. കുവൈറ്റിൽ നിന്നും പേർഷ്യൻ ഗൾഫിലൂടെ പിന്നെ ഒമാൻ ഉൾക്കടൽ എത്താതെ വെളിയിലേക്ക് എണ്ണ പോവില്ലല്ലോ. അപ്പം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെയാണ് ലോക എണ്ണ കടത്തിൻ്റെ, എണ്ണ വ്യാപാരത്തിൻ്റെ, എണ്ണ കൊണ്ടുപോകുന്നതിൻ്റെ 20%, ലോകത്താകെയുള്ള എണ്ണയുടെ, അതായത് ക്രൂഡ് ഓയിലിൻ്റെ 20%, നാച്ചുറൽ ഗ്യാസിൻ്റെ 25% കടന്നു പോകേണ്ട കുപ്പിക്കഴുത്താണ് ഹോർമൂസ്. ഇറാൻ പറയുന്നത് അതാണ്. ഹോർമൂസ് കടലിടുക്ക് ഒരു സംഘർഷമുണ്ടായാൽ തങ്ങൾ അടച്ചിടും. അതിൻ്റെ ഭാഗമായി ഇറാൻ മുൻകൂട്ടി തന്നെ ഒരു ഡ്രിൽ, ഇത് തങ്ങൾക്ക് സാധിക്കുമെന്നറിയണമല്ലോ, അതിനുള്ള ഫയർ പവർ ഉണ്ടെന്നറിയണമല്ലോ. അതുകൊണ്ട് ഹോർമൂസ് കടൽ അടച്ചിട്ടുകൊണ്ട് അതുവഴിയുള്ള കപ്പൽ ഗതാഗതം താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് 2 ദിവസം മുൻപ് ഇറാൻ്റെ സേന അഭ്യാസമുണ്ടായിരുന്നു. ഇറാൻ്റെ നാവികസേനയുടെ ഒരു ഡ്രിൽ, ഒരു മോക്ക് ഡ്രിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതാ പ്ലാൻ ചെയ്തിരിക്കുന്നു, ഇറാനും റഷ്യയും ചേർന്നുകൊണ്ട് ആ ഭാഗത്ത് സ്ട്രാറ്റജിക്കലി സംയുക്ത നാവിക അഭ്യാസം പ്ലാൻ ചെയ്തിരിക്കുന്നു. അതിനർത്ഥം എന്താണ്? ഒന്ന്, ഇറാൻ ഒറ്റയ്ക്കല്ല എന്ന് ലോകത്തെ കാട്ടുക. റഷ്യ നേരിട്ട് സൈനികമായി, റഷ്യ ഇറാൻ ഉടമ്പടിയൊക്കെ ഉള്ളത് ട്രേഡ് ഉടമ്പടിയാണ്. സൈന്യം കടന്നു വരും, റഷ്യൻ സൈന്യം ഇറാന് വേണ്ടി കടന്നു വരുമെന്നൊന്നും ഈ ഘട്ടത്തിൽ ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ആ സാധ്യത കൂടി കാട്ടിത്തരുന്ന രീതിയിലാണ് ജോയിൻറ്റ് നെയ്വൽ ബിൽഡപ്പ്. അതാണ്. അതുകൊണ്ട് നിരന്തരം ഇറാൻ ഉപയോഗിക്കുന്നതാണ് ഹോർമൂസ് കടലിടുക്ക് തങ്ങൾ അടയ്ക്കും. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് വലിയ കുഴപ്പമില്ല. കാരണം എണ്ണവില തീപിടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് എണ്ണയുണ്ട്, എണ്ണയുടെ നിയന്ത്രണം അമേരിക്കയ്ക്കുണ്ട്, ലോകത്തെ വെനിസ്വേലയുടെ ഉൾപ്പെടെ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്. പക്ഷേ ലോകരാജ്യങ്ങൾക്ക് അത്ര നിസ്സംഗതയോടെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുന്ന സാധ്യതയെ കാണാനാവില്ല. കാരണം അങ്ങനെ വന്നാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കാര്യങ്ങൾക്ക് വിലക്കയറ്റമുണ്ടാകും, ഉത്പാദനക്ഷമത കുറയും. ചൈനയായിരിക്കും ഏറ്റവും അഫക്റ്റഡ് ആകുന്നത്. ചൈനയിലേക്ക് ഉള്ള എണ്ണയുടെ സിംഹഭാഗവും വരുന്നത് ഇറാനിൽ നിന്നും വെനിസ്വേലയിൽ നിന്നുമായിരുന്നു, കുറച്ച് റഷ്യയിൽ നിന്നും വരും. അപ്പോൾ വെനിസ്വേലയിൽ നിന്നുള്ള കയറ്റുമതി പൂർണ്ണമായും നിലച്ചു. ഇറാനിൽ നിന്ന് ചൈനയിലേക്ക് രഹസ്യമായി ഓയിൽ ടാങ്കറുകൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിൽ 2-3 ഓയിൽ ടാങ്കറുകളാണ് ഇന്ത്യൻ തീരത്ത് വെച്ച് കഴിഞ്ഞ ആഴ്ച പിടിച്ചെടുത്തത് എന്നൊരു വർത്തമാനമുണ്ടായത്. ചൈന ബൗണ്ടാണോ മറ്റേതെങ്കിലും രാജ്യത്തേക്കാണോ എന്ന സ്ഥിരീകരണമില്ല. ഇന്ത്യ തെളിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗോസ്റ്റ് ഷിപ്പുകളിൽ, അതായത് ഓയിൽ ടാങ്കറുകളിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ വ്യാജ പതാക ഉപയോഗിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് കടത്തി വെളിയിലോട്ട് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ഇറാൻ്റെ ഈ മറ്റൊരു തീരമുണ്ടല്ലോ, ഈ
ഒമാൻ കോസ്റ്റ് ഉണ്ടല്ലോ, ഒമാൻ ഉൾക്കടലിൻ്റെ കോസ്റ്റ് ഉണ്ട് ഇറാനിൽ. അവിടെ നിന്നുള്ള ചബഹാർ പോലെയുള്ള പോർട്ടുകളുണ്ട്. അവിടെ നിന്നും കൊണ്ടുപോകുന്ന എണ്ണ ഓപ്പൺ കടലിൽ മറ്റ് വെസൽസിലേക്ക് അത് പകർന്ന് മാറ്റുകയാണ്, മറ്റ് കപ്പലുകളിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ പുതിയ ഓയിൽ ടാങ്കറുകളായിരിക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ഇത് ആണ് എണ്ണ കടത്തെന്ന് പറയുന്നത്. അത് ഉപരോധം മറികടക്കാൻ ഇറാൻ ചെയ്യുന്ന പണിയാണ്, അല്ലെങ്കിൽ ഇറാനുമായി കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങൾ ചെയ്യുന്ന പണിയാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായം അമേരിക്ക അനൗപചാരികമായി തേടിയിട്ടുണ്ടാകാം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം 3 കപ്പലുകൾ തടഞ്ഞു വെച്ചതും അതുമായി ബന്ധപ്പെട്ട വിവാദം കഴിഞ്ഞ ദിവസം ഉണ്ടായതും അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്ത്രപ്രധാനമായ ഹോർമൂസിലേക്കാണ് ഈ യുദ്ധം. ഒരുപക്ഷെ ഹോർമൂസിൻ്റെ ഒരു സന്തുലിതാവസ്ഥയെ പൂർണ്ണമായി അട്ടിമറിക്കാൻ സാധിക്കും. അത് ഏതാനും ദിവസങ്ങളാണെങ്കിലും ഒക്കെയാണ്. പക്ഷെ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടുനിന്ന ഹോർമൂസ് ഉപരോധം സംഭവിച്ചാൽ ലോക സമ്പദ് വ്യവസ്ഥ തന്നെ തകിടം മറിയും. ഒരുപക്ഷെ എൻ്റെ ഒരു മനസ്സിലൂടെ പോകുന്ന ചിന്തയാണ്, ഇറാൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ ഒരുപക്ഷെ വെറുതെ വിട്ടേക്കാം. കാരണം ആത്യന്തികമായി അമേരിക്ക ഇത് ഏറ്റെടുക്കുന്നു എന്ന് കരുതുക. ഇറാനെ മൊത്തത്തിലല്ല, ഒരു അനുകൂല ഭരണകൂടം ഉണ്ടാക്കുക. അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാനൊക്കും? ഇറാൻ്റെ എണ്ണ സംഭരണികൾ, എല്ലാ എണ്ണപ്പാടങ്ങളും, മറ്റ് സജ്ജീകരണങ്ങൾ, റിഫൈനറികൾ എല്ലാം തകർത്ത് കഴിഞ്ഞാൽ അമേരിക്കൻ അനുകൂല ഭരണകൂടം ഉണ്ടായാലും മുന്നോട്ട് പോകാനാവാതെ വരും. പിന്നെ ഇറാന് ബാധ്യതയായി വരും. പിന്നീട് ഒന്നേന്ന് തൊട്ട്, അതും സാധ്യതയാണ്, അമേരിക്കൻ കമ്പനികൾക്ക് ഒന്നേന്ന് തൊട്ട് ഡ്രില്ലിംഗ് തുടങ്ങാൻ കഴിയും. അങ്ങനെ ഒരു ക്രൂരമായ ചിന്ത ഉണ്ടാവാം. അതുകൊണ്ടാണ് ടാർഗറ്റ് ചെയ്ത് ഏറിയൽ സാറ്റലൈറ്റ്സ് നൽകുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു തിരക്കിലാണ്. ആവശ്യം വന്നാൽ ഇതെല്ലാം തന്നെ ഉപയോഗിക്കപ്പെടും. പക്ഷേ ഇറാനുമുണ്ട് ഇതുപോലെയുള്ള സാങ്കേതികവിദ്യ. ഇറാൻ സ്വന്തമായിട്ട് വികസിപ്പിക്കുന്നതല്ല, ചൈനയുടെയും റഷ്യയുടെയും സാറ്റലൈറ്റ് ബാക്കിംഗ് ഇറാനുമുണ്ട്. അമേരിക്കയുടെ കപ്പൽ നീക്കം കൃത്യമായി ഇറാൻ ഡ്രോൺ അയച്ചല്ലോ, അമേരിക്കൻ കപ്പലിന് നേരെ ഡ്രോൺ അയച്ചല്ലോ. ഇതൊരു സൂചനയാണ്, നിങ്ങളുടെ നീക്കങ്ങൾ കൃത്യമായി ഞങ്ങൾ ഒപ്പിയെടുക്കും, ആ ഡ്രോണിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾ ലഭിച്ചു എന്നാണ് ഇറാൻ ക്ലെയിം ചെയ്യുന്നത്. അത് നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷേ ഇറാന് ലഭിക്കാൻ ഇറാൻ ഓരോ നീക്കവും, അമേരിക്കൻ സൈന്യത്തിൻ്റെ ഓരോ നീക്കവും, എവിടെയെല്ലാമാണ് പോസ്റ്റുകൾ, എവിടെയെല്ലാമാണ് ഈ ഒഫൻസീവ് ബിൽഡപ്പ് ഉള്ളത്, ഇത് മനസ്സിലാക്കാൻ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാനെ സഹായിക്കാൻ സാധിക്കും. നേരിട്ട് അവർ യുദ്ധത്തിൽ പങ്കെടുക്കില്ലായിരിക്കാം, പക്ഷേ അവർ നൽകുന്ന ടെക്നിക്കൽ ഇൻപുട്ട് വളരെ പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട് ഇറാന്. അതുകൊണ്ട് അങ്ങനെ വെനിസുലയിൽ അങ്ങനെ സംഭവിച്ചു, ചക്ക വീണ മുയൽ ചത്തു എന്നൊക്കെ പറയുന്നത് പോലെ ആ രീതിയിലുള്ള ഒരു നീക്കമേ അല്ല ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.